23 പോളിംഗ് ബൂത്തിൽ വോട്ടുകുത്താൻ പോകുമ്പോൾ, നിങ്ങളുടെ നിലപാട് അറിയിക്കാൻ പോകുമ്പോൾ ചില പേരുകൾ ഓർമ്മയിലുണ്ടാകണം. ചില മുഖങ്ങൾ മറക്കാതിരിക്കണം. ഡോക്ടർ MM കൽബുർഗിയെ ഓർക്കണം. വിഗ്രഹാരാധനയ്ക്കും അന്ധവിശ്വാസത്തിനുമെതിരെ തീവ്ര നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ കർണാടകയിലെ ധാർവാഡിൽ 2015 ഓഗസ്റ്റ് 30 വീടിന് മുന്നിൽ ഹിന്ദുത്വ ഭീകരരുടെ തോക്കിനിരയായി 77കാരനായ കന്നഡ സാഹിത്യകാരനും കന്നഡ സർവകലാശാല മുൻ VCയുമായിരുന്ന കൽബുർഗി. വോട്ടുകുത്തുമ്പോൾ MM കൽബുർഗിയെ മറക്കാതിരിക്കണം. ഗൗരി ലങ്കേഷിനെ ഓർക്കണം. തന്റെ പ്രസിദ്ധീകരണമായ ലങ്കേഷ് പത്രികയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടും ജാതി വ്യവസ്ഥയോടും പേനകൊണ്ട് കലാപം നയിച്ച ഗൗരി ലങ്കേഷിനെ ബാംഗ്ലൂരിൽ രാജരാജേശ്വരി നഗറിലെ വീട്ടിൽ വെച്ച് 2017 സെപ്റ്റംബർ 5 രാത്രി 8 മണിയോടെ തുരുതുരെ വെടിയുണ്ടകൾ ഉതിർത്താണ് കാവി ഭീകരർ കൊന്നുകളഞ്ഞത്. വോട്ടുകുത്തുമ്പോൾ ഗൗരി ലങ്കേഷിനെ മറക്കാതിരിക്കണം. ഗോവിന്ദ് പാൻസാരിയെ ഓർക്കണം. മഹാരാഷ്ട്രയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവൻ ഹേമന്ത് കാക്കറെയുടെ വധത്തിന്റെ ഉള്ളറുകൾ തുറന്നു കാണിക്കുന്ന ഹൂ കിൽഡ് കാക്കറെ എന്ന പുസ്തകം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് മുൻകൈയെടുത്ത് ഹിന്ദുത്വത്തെ ചൊടിപ്പിച്ച പാൻസാരെ 2015 ഫെബ്രുവരി 16 വെടിയേൽക്കുകയും 20 മരണപ്പെടുകയും ചെയ്തു. വോട്ടുകുത്തുമ്പോൾ ഗോവിന്ദ് പാൻസാരിയെ മറക്കാതിരിക്കണം. നരേന്ദ്ര ദബോൽക്കറെ ഓർക്കണം. സംഘപരിവാറിന്റെ കടുത്ത വിമർശകനും മനുഷ്യാവകാശ പ്രവർത്തകനും യുക്തിവാദിയുമായിരുന്ന ദബോൽക്കർ 2013 ഓഗസ്റ്റ് 23 സംഘഭീകരതയുടെ തോക്കിനിരയായി. വോട്ടുകുത്തുമ്പോൾ നരേന്ദ്ര ദബോൽക്കറെ മറക്കാതിരിക്കണം. ഏറിവന്നാൽ കൽബുർഗിക്കും ഗൗരിക്കും നേരെ നിങ്ങൾ നീട്ടിയ തോക്ക്, അതിന് ഞാൻ എന്നേ തയ്യാർ എന്ന് കവി സച്ചിദാനന്ദൻ എഴുതിയ വരികളും നിങ്ങൾ ഓർക്കണം. പല പേരുകൾ കൂടിയുണ്ട്. കാവി ഭീകരതയുടെ സംഘപരിവാർ ഫാഷിസത്തിന്റെ ചൗക്കിദാർമാർ വളഞ്ഞിട്ട് മർദ്ദിച്ചും അടിച്ചും വെട്ടിയും കൊന്ന പാവം കർഷകൻ 52കാരനായ മുഹമ്മദ് അഖ്ലാഖ്. ജാർഖണ്ഡിലെ പാവം കന്നുകാലി കച്ചവടക്കാരൻ 35കാരനായ ഷെയ്ഖ് നഈം. 21 വയസ്സുള്ള ദളിത് കർഷകൻ പ്രദീപ് റാത്തോഡ്. 55കാരനായ പാവം പാൽക്കച്ചവടക്കാരൻ പെഹ്ലു ഖാൻ. 21കാരനായ ദളിത് യുവാവ് ജയേഷ് സോളങ്കി. 15 വയസ്സുകാരൻ ജുനൈദ്. പേരുകൾ അവസാനിക്കുന്നില്ല. ഹിന്ദുത്വത്തോട് രാജിയാകാത്തതിന്റെ പേരിൽ നിഷ്ഠൂരം വധിക്കപ്പെട്ട ഈ നാമാവലിയിൽ ഇനിയും പേരു ചേരാതിരിക്കാൻ നമുക്ക് ഒന്നും മറക്കാതിരിക്കാം. നമുക്ക് വേണ്ടത് ചില ആളുകളുടെ മാത്രം ഇന്ത്യയല്ല, നമുക്ക് വേണ്ടത് എല്ലാവരുടെയും ഇന്ത്യയാണ്.